ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി നമസ്കാരം. ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മലപ്പുറത്ത് ആര് വാഴും? ലീഗിന്റെ ഉരുക്കുകോട്ടയായ ഷുവർ സീറ്റായ മലപ്പുറത്ത് 2004 അട്ടിമറി 2024 ആവർത്തിക്കുമോ? പുതിയ പടക്കുതിരകളെ പോരിനിറക്കി LDF അംഗത്തിനിറങ്ങുമ്പോൾ ലീഗിന്റെ സ്ഥാനാർത്ഥി നിർണയം ചർച്ചകളിൽ തുടരുകയാണ്. മലപ്പുറത്തിന്റെ ചരിത്രം തിരുത്തിയെഴുതാൻ വസീഫിനാവുമോ എന്നാണ് ചോദ്യം. സ്ഥാനാർത്ഥി നിർണയത്തിനു ശേഷമുള്ള വസീഫിന്റെ ആദ്യ പ്രചരണ പരിപാടികൾക്ക് തുടക്കമായിരിക്കുകയാണ്. പുതിയ തലമുറയിലെ പടക്കുതിരകളെ കളത്തിലിറക്കിയുള്ള പോരാട്ടത്തിനു തന്നെയാണ് ഇത്തവണയും മലപ്പുറത്ത് ഇടതുപക്ഷം തയ്യാറെടുക്കുന്നത്. അതിന്റെ ഭാഗമായാണ് ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫിനെ മലപ്പുറം പാർലമെന്റ് മണ്ഡലം സ്ഥാനാർത്ഥിയായി പരിഗണിച്ചത്. കോഴിക്കോട് കൊടിയത്തൂർ സ്വദേശിയാണ് വസീഫ്. മലപ്പുറം മണ്ഡലത്തിലെ ആദ്യത്തേതിലൊഴികെയുള്ള തിരഞ്ഞെടുപ്പുകളിലെല്ലാം യുവാക്കളെയും വനിതകളെയുമാണ് പാർട്ടി രംഗത്തിറക്കിയത്. പാർലമെന്റ് മണ്ഡലം രൂപവൽക്കരിച്ചതിനു ശേഷം ആദ്യ തെരഞ്ഞെടുപ്പ് 2009 അന്ന് മുസ്ലിം ലീഗിന്റെ ഇ അഹമ്മദിനെതിരെ TK ഹംസ മത്സരിച്ചു. 2014 തെരഞ്ഞെടുപ്പിൽ ഇ അഹമ്മദിനെതിരെ പാർട്ടി നിർത്തിയത് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നേതാവ് PK സൈനബയെയാണ്. അന്ന് അവർ 2.5 ലക്ഷത്തോളം വോട്ട് നേടിയിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സാനു 93,913 വോട്ട് അധികം നേടി. ഇത്തവണയും അത്തരമൊരു ശക്തി തെളിയിക്കൽ തന്നെയാണ് യുവനേതാവിനെ നിർത്തിക്കൊണ്ട് CPM ഉദ്ദേശിക്കുന്നത് എന്ന് വ്യക്തമാണ്. 2004 തെരഞ്ഞെടുപ്പിൽ മഞ്ചേരിയായിരിക്കെ TK ഹംസയിലൂടെ മണ്ഡലം പിടിച്ചടക്കിയത് മാത്രമാണ് CPMനും ഇടതുമുന്നണിക്കും ആശ്വാസത്തിന് വകയുള്ളത്. ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി മണ്ഡലത്തിലെ വോട്ടർമാരെ നിരീക്ഷിക്കുന്നു. മലപ്പുറം ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി മണ്ഡലത്തിലെ പിന്നാലെ കടന്നുവരികയാണ്. സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ പണിക്കൂലിയില്ലാതെ തന്നെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാനിതാ ഒരു സുവർണാവസരം. കൂടാതെ വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ ഓഫറുകളും 2% മുതൽ അഡ്വാൻസ് ബുക്കിംഗോടുകൂടി 2.5% മുതൽ മേക്കിംഗ് ചാർജിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം. കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തൂ സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ. സ്കൈ ഗോൾഡ്, പെരിന്തൽമണ്ണ, നിലമ്പൂർ, പൊന്നാനി, പൂനെ.